ഞങ്ങളൊന്ന് മാമൻ്റെ മോള് പ്രസവിച്ചെടുക്കുന്നത് കാണാനും വേണ്ടി പാണ്ടിക്കാട് PKM ഹോസ്പിറ്റലിൽ വന്നതാട്ടോ. ഇത് മാമിയാണ് കേട്ടോ. അപ്പോൾ മുത്തമ്മയുണ്ട്, മുത്തമ്മാൻ്റെ മോളുണ്ട്, എൻ്റെ അമ്മ ഉണ്ട്, അനിയത്തി, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ. മക്കളെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടിട്ട് പിന്നെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. മക്കളെ കൊടുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് വേറൊരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്ക് 3 പെൺകുട്ടികളായിരുന്നു കേട്ടോ. അപ്പോൾ 4ാമത്തത് ആൺകുട്ടിയാകുമ്പോൾ നമുക്ക് വേറൊരു സന്തോഷമല്ലേ. മാഷാ അല്ലാ. അപ്പം നമുക്ക് ഏത് മക്കളായാലും നമുക്ക് പഠിച്ചോൻ തരുന്നത് നമുക്കൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പക്ഷേ 3 പെൺകുട്ടികളെ ശേഷം ഒരു ആൺകുട്ടി ഉണ്ടാകുമ്പോൾ നമുക്കതൊരു വേറൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ മിഠായിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതൊക്കെ എല്ലാവർക്കും തരും കേട്ടോ, മുത്തമ്മാൻ്റെ മോള്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ അവിടെ ഇരുന്നു കേട്ടോ. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോർമൽ ഡെലിവറി തന്നെയായിരുന്നു, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരിത് ഭയങ്കര ചർച്ചയിലാട്ടോ. ഒരാഴ്ച മുന്നേ ഞങ്ങൾ കണ്ടത്. ഇവരെ ചർച്ച കണ്ട വർഷങ്ങൾ മുമ്പ് കണ്ട മാതിരിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ കുഞ്ഞ് മക്കളെ കാണുമ്പോൾ നമുക്കിവിടെ വേറൊരു സന്തോഷമില്ല. അപ്പോൾ ഞങ്ങളിവിടെ കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് കുഞ്ഞു മക്കളെ കണ്ടാൽ എത്ര ആയാലും നമുക്കിങ്ങോട്ട് സമയം പോണത് അറിയില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ഇരുന്നു കേട്ടോ കുറേ സമയം. പിന്നെ ഞങ്ങൾ മക്കൾ സ്കൂൾ വരുമ്പോഴത്തേന് തിരിച്ച് വീട്ടിൽ തന്നെ എത്തണ്ടായിരുന്നു. പോരാൻ നിന്നപ്പോൾ പിന്നെ മാമനും വന്നു കേട്ടോ. ഞങ്ങൾ 3 ഞങ്ങൾ ഒരുമിച്ചാൽ പിന്നെ എങ്ങനെയാണ് കേട്ടോ, നല്ല രസമായിരിക്കും അവിടെ. അതാണ് ഞങ്ങൾ വലിയ മാമൻ കേട്ടോ. അപ്പോൾ മാമനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഓടി വരും കേട്ടോ. എന്ത് കാര്യം പറഞ്ഞാലും മാമനെ കൊണ്ട് കഴിയണതാണെങ്കിൽ മാമൻ അത് പരിഹരിച്ച് തരും കേട്ടോ. മാമി അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഏത് കാര്യത്തിന് വിളിച്ചാലും ഓരവിടെ എത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ ഇരുന്നു. പിന്നെ മാമനെന്തോ മൊബൈലിൽ എന്തോ സംശയം ഉണ്ട് പറഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ, മൂത്തമ്മാൻ്റെ മോള്. അപ്പം അങ്ങനെ ഞങ്ങൾ പോരാൻ നിന്നപ്പോൾ മാമൻ്റെ മോളെ ഹസ്ബൻഡിൻ്റെ ഉപ്പയും വന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കാണാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ മാമ ഫുഡ് കഴിക്കണ്ടേ ചോദിച്ചപ്പോൾ ഞങ്ങൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ മാമ എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങി തന്നു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അവിടെ ഹോസ്പിറ്റലിലത്തെ ക്യാൻറ്റീൻ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. ഇപ്പോൾ മക്കൾ വരുമ്പോഴത്തേന് വേഗം വീട്ടിലെത്തണ്ടെങ്കിൽ ഇതിൽ സമയം പോയതേ അറിഞ്ഞില്ല. 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മാമനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോന്നു കേട്ടോ. അപ്പോൾ മക്കൾ അറിയുമ്പോഴേക്കാരം കേട്ടോ കുഞ്ഞിനെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ മക്കൾക്ക് സങ്കടമായിക്കാരം. ഓലെ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കൊണ്ടുപോയത്. മുത്തമ്മാൻ്റെ മോനാണ് കേട്ടോ. ഓനിന്ന് ക്ലാസ്സില്ല കേട്ടോ, ഇന്ന് ലീവാണ്. അപ്പം